ഞാൻ ഷാഹിന. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് CMA കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ഹലോ, എൻ്റെ പേര് ശ്രുതി സുരേഷ്. ഞാൻ 12th കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. ഞാൻ 12th കംപ്ലീറ്റ് ചെയ്തത് കേന്ദ്ര വിദ്യാലയ നമ്പർ 1 പാലക്കാട് സ്കൂളിലാണ്. ഹായ്, ഐ ആം ദൃശ്യ. ആഫ്റ്റർ +2 ആണ് ഞാൻ CMA എന്നുള്ളൊരു കോഴ്സ് ചെയ്യണം എന്ന് ചൂസ് ചെയ്തത്. GHSS കൊടുവായൂർ സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. +2 പഠിക്കുമ്പോൾ തന്നെ CMA കുറിച്ച്, ട്രാൻസ്പെറൻറ്റ് അക്കാദമിനെ കുറിച്ചിട്ട് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ചേരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഡിഗ്രിക്ക് ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ ജോയിൻ ചെയ്തു. പിന്നെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ട്രാൻസ്പെറൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. ഈ ട്രാൻസ്പെറൻറ്റ് അക്കാദമിനെ കുറിച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഫ്രണ്ട് ഇവിടെ CA ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ CMA കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നി എനിക്ക്. സോ ഞാൻ അങ്ങനെ ട്രാൻസ്പെറൻറ്റിൽ ജോയിൻ ചെയ്തു. +2 പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറേ കരിയർ ഗൈഡൻസ് ക്ലാസ് കിട്ടിയിരുന്നു. അപ്പം തന്നെ നല്ല ആഗ്രഹമായിരുന്നു CMA തന്നെ എടുക്കണം എന്നുള്ളത്. പിന്നീട് ഇതിനെക്കുറിച്ച് പിന്നെയുള്ള എൻ്റെ ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എവിടെ പഠിക്കും എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ പാലക്കാട് തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രാൻസ്പെറൻറ്റ് അക്കാദമിയാണെന്ന് അറിഞ്ഞു. അങ്ങനെ 2023 ജൂൺ ബാച്ചിലാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. പിന്നെ ഡിസംബർ 2023 ഞാൻ CMA ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതി. അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ കഴിഞ്ഞു. ഫസ്റ്റ് ഗ്രൂപ്പിലെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടീവായിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലത്തെ ക്ലാസ് കഴിഞ്ഞു. ജൂണിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ മൺഡേസിലും ഞങ്ങൾക്ക് ടെക്സ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ജ്യോതി മാം ആണെങ്കിലും ശോഭ മാം, ശ്രീകാന്ത് സാർ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. 2023 ഡിസംബറിലാണ് ഞാൻ ഫൗണ്ടേഷൻ എക്സാം എഴുതിയത്. ഫൗണ്ടേഷൻ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു. സോ അപ്പോൾ തന്നെ എനിക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് കിട്ടി. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇൻ്ററും ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. ഇൻ്റർ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോർഷൻസ് എല്ലാം കംപ്ലീറ്റഡ് ആയി. അപ്പോൾ ഇനി റിവിഷൻ ടൈമാണ്. റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ജൂണിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. സോ കോൺഫിഡൻ്റ് ആണ്. ടീച്ചേഴ്സ് ആയാലും ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്, ഫ്രണ്ട്ലി ആണ്. ഡിസംബറിൽ തന്നെ ഫൗണ്ടേഷൻ എക്സാം എഴുതി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ കഴിഞ്ഞു. ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല സപ്പോർട്ടീവ് ആൻഡ് ഫ്രണ്ട്ലി ആണ്. എസ്പെഷ്യലി ശോഭ മാം ആൻഡ് ശ്രീകാന്ത് സാർ. ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റുമോ അത്രയും അവരുടെ എഫേർട്ട് എടുത്ത് ഞങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റി. ആൻഡ് ഓൾസോ വീക്ക്ലി എക്സാംസ്, നിറയെ എക്സാംസ് കണ്ടക്ട് ചെയ്ത് ഞങ്ങളെ ഒരു ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റി. അങ്ങനെ ഫൗണ്ടേഷൻ നല്ല മാർക്കോടെ തന്നെ പാസ്സാവാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ട്രാൻസ്പെറൻറ്റിൽ തന്നെ ഇൻ്റർമീഡിയറ്റും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ് പഠിക്കുന്നത്. ക്ലാസ്സൊക്കെ ഏകദേശം ഓവറായി. ഇനി ജൂണിൽ എക്സാം എഴുതാനാണ്. ആൻഡ് റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൽ കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എടുക്കുന്ന ശ്രീകാന്ത് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് മാക്സിമം സ്കാനറൊക്കെ എല്ലാം കവർ ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നതും കൂടാതെ ഗ്രൂപ്പിൽ തന്നെ വോയിസ് ഒക്കെ മാക്സിമം സാർ ഷെയർ ചെയ്യാറുണ്ട്. എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടണോ ഫുൾ കവർ ചെയ്തിട്ട് ഞങ്ങൾ അത്രയും കെയർ ചെയ്യാറുണ്ട് സാറ്. ജ്യോതി മാം, രാഹുൽ സാർ എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. അവരുടെയൊക്കെ ഒരു ഇതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ട്രാൻസ്പെറൻറ്റ്. സോ ഇൻ്ററിൻ്റെ ഈ എക്സാം എഴുതാൻ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. താങ്ക് യു ട്രാൻസ്പെറൻറ്റ് അക്കാദമി. താങ്ക് യു ട്രാൻസ്പെറൻറ്റ് അക്കാദമി.